റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ നല്ല നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കളർ മാറി വരുന്നത് വരെയാണ് ഞാനിവിടെ വറുത്തെടുത്തിരിക്കുന്നത്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതും ആദ്യം ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പലഹാരത്തിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങയും വറുത്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ 1/4 കപ്പ് വെളുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഉപയോഗിക്കാവുന്നതാണ്. അതും ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി വന്ന് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെയാണ് ശർക്കര പാനിയാക്കിയെടുക്കുന്നത്. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ശർക്കരപ്പാനി ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു തേങ്ങ എള്ളൊക്കെ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് യോജിച്ച് വരണം. ഏകദേശം 1 മിനിറ്റ് നേരത്തോളം നല്ലപോലെ തന്നെ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാ മിക്സിങ്ങും ചെയ്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്കിതുപോലെ പൊടിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർക്കാം. ഇനി നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഒരു ചെറിയ വെള്ളപ്പറ്റിൽ എടുത്തോളൂ. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ലപോലെ വലിഞ്ഞ് ഡ്രൈ ആയി തുടങ്ങും. ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് മാറി വന്നതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വെള്ളപ്പറ്റിൽ എടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ ചൂടോട് കൂടിയിട്ടല്ല, ചൂട് ചെറുതായിട്ട് ഒന്ന് മാറിയിട്ടാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.